ഹലോ കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയാം. പീഡിയാട്രിക് വാർഡിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട നഴ്സായിരുന്നു ആനി. വല്യമാലാക എന്നാണ് അവിടെയുള്ള കുരുന്നുകൾ അവളെ വിളിച്ചിരുന്നത്. എന്നാൽ രാഹുൽ എന്ന 8 വയസ്സുകാരൻ മാത്രം ആരോടും മിണ്ടാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഗുരുതരമായ അസുഖം ബാധിച്ച രാഹുലിന് കൂട്ടായി ആരുമുണ്ടായിരുന്നില്ല. ഒരു അപകടത്തിൽ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് അവനെ നോക്കിയിരുന്നത് പ്രായമായ മുത്തശ്ശിയായിരുന്നു. ഒരു വൈകുന്നേരം ആനി രാഹുലിന്റെ അരികിലെത്തി. അവൻ പതിവ് പോലെ വാടിത്തളർന്നിരിക്കുകയായിരുന്നു. രാഹുലുട്ടാ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് എന്നോട് പറയുമോ? ആനി മെല്ലെ ചോദിച്ചു. അവൻ ദൂരെ ആകാശത്ത് പറക്കുന്ന പക്ഷികളെ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ആ പക്ഷികളെപ്പോലെ ദൂരേക്ക് പറക്കണം. അപ്പോ വേദനയുണ്ടാവില്ലല്ലോ അല്ലേ ആന്റി? അവന്റെ ആ ചോദ്യം ആനിയുടെ കണ്ണു നിറച്ചു. അന്നു മുതൽ ആനി അവനെ സന്തോഷിപ്പിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തി. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവൾ അവന് കഥകൾ വായിച്ചു കൊടുത്തു. അവനോടൊപ്പം ചിത്രങ്ങൾ വരച്ചു. ആനി വരുന്നത് കാണുമ്പോൾ തന്നെ അവന്റെ കുഞ്ഞുമുഖം തിളങ്ങാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാഹുലിന്റെ നില വഷളായി. അവൻ ആനിയെ അരികിലേക്ക് വിളിച്ചു. കുഞ്ഞിക്കൈകൾ കൊണ്ട് അവൻ ഒരു കടലാസ് കഷ്ണം ആനിക്ക് നൽകി. അതിൽ ചായം തേച്ച ഒരു ചെറിയ പക്ഷിയുടെ ചിത്രം അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. ആന്റി, ഞാൻ ഇങ്ങനെ പക്ഷിയായി മുകളിലേക്ക് പോയാൽ എന്നെ മറക്കില്ലല്ലോ അല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ രാത്രിയിൽ ആ പക്ഷി ദൂരേക്ക് പറന്നുപോയി. പിന്നീട് ഓരോ പക്ഷികളെ കാണുമ്പോഴും അവളെ തേടി ഓർമ്മകളിൽ ഒരു നിഷ്കളങ്കമായ ചിരി തേടിവരാറുണ്ട്. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.